എടാ ഇടിയൻ തോമസേ, ഇടിയാണ് പോലീസ് ഭരണമെന്ന് നിനക്കൊരു വിചാരമുണ്ട്. അത് നിന്റെ മറ്റവന്റെ അടുത്തേ ചെലവാകത്തുള്ളൂ. ഇന്നു മുതൽ ഞങ്ങൾ ഒരു തുറന്ന യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. പല രൂപത്തിലും ഭാവത്തിലും വന്ന് നിന്റെ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ തുരങ്കം വയ്ക്കും. ഞങ്ങളുടെ വാറ്റ് കേന്ദ്രം റെയ്ഡ് ചെയ്തതിന്റെ പ്രതികാര നടപടികൾ ഉടൻ പ്രതീക്ഷിക്കാം എന്ന് രക്ഷകൻ പപ്പൻ. ആരൊക്കെ തോന്നുന്നത്? രക്ഷകന്റെ കൂട്ടത്തിൽപ്പെട്ട ആരാണ് സാർ? ഉടനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡി എടുക്കണ്ടേ? അതിന് എഴുത്തിൽ ഇതാണെന്ന് അറിയില്ലായിരുന്നു സാർ. SI സാർ. സാർ, ഞങ്ങള് മനസ്സിലായില്ലല്ലേ? പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ പപ്പന്റെ കൂട്ടുകാരാണ്. രക്ഷകൻ പപ്പൻ. അതെ, ഞങ്ങളുടെ എല്ലാവരുടെയും രക്ഷകൻ. മനസ്സിലായി അല്ലേ? ഞങ്ങൾ കത്തയച്ചിരുന്നു. വിവരങ്ങളെല്ലാം അറിഞ്ഞിരിക്കുമല്ലോ. സംഘർഷം. പപ്പന് വേണ്ടി രക്തം ചൊരിയാൻ വരെ ഞങ്ങൾ തയ്യാറാണ്. ആ സമയത്ത് തന്നെ വന്നു കയറിയത് കുഴപ്പമായത്. പിന്നെ പപ്പൻ എന്ന് പറഞ്ഞത് കൺഫ്യൂഷൻ ഉണ്ടാക്കി. പപ്പനാവെന്നല്ല എനിക്കിത് അറിയാവുന്നത്. അടി കിട്ടിയത് പോട്ടെ എന്ന് വെക്കാം. എന്നാലും പപ്പ, നീ ഞങ്ങളുടെ കൂടെ വരുന്നില്ല എന്ന് പറയുമ്പോഴാ വിഷമം. നീ വന്നില്ലെങ്കിൽ അമ്മുവിന്റെ കാര്യം. വേണ്ട ബാല, ഞാൻ വരാൻ പാടില്ല. അമ്മൂനെങ്കിലും നല്ലൊരു ജീവിതം കിട്ടട്ടെ. ആ ഊപ്പ ഡോക്ടർ അവക്കൊരു ജീവിതം കൊടുക്കാൻ പോണം. നീ ചെന്ന് വിളിച്ചാൽ അമ്മു തീർച്ചയായിട്ടും വരും പപ്പ. വിളിച്ചതല്ലേ? അച്ഛനെ അമ്മയും ധിക്കരിച്ച് എന്നോടൊപ്പം ഇറങ്ങി വരാൻ അവൾക്ക് തന്റെ ഇടമില്ല. വേണ്ട, നിങ്ങൾ പോയിക്കോ. സാറെങ്കിലും ഒന്ന് പറയണം. പറഞ്ഞിട്ടില്ലെന്നോ നിങ്ങൾ വിചാരം? ഒരു കാര്യമില്ല. അവന്റെ ന്യായീകരണങ്ങളൊക്കെ വളരെ വിചിത്രമാണ്. നീ വരുന്നില്ലേ? വേണ്ടടാ. നിന്റെ മനസ്സ് മറ്റാരെക്കാളും അറിയാവുന്നവരാ ഞങ്ങള്. ഞങ്ങള് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അമ്മുവിനെ ആരും കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. അവസാന നിമിഷം വരെ ഞങ്ങൾ പൊരുതും. ഉൽപ്പലാക്ഷൻ ആണാണെങ്കിൽ ആ കല്യാണം മുടക്കും. വരച്ചു സാറ് പോട്ടെ. മൈ ഗോഡ്, നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഡോക്ടറെ, മര്യാദയ്ക്ക് പറയാണ്. ഞങ്ങളുടെ ഈ നാട്ടുകാരുടെയും കണ്ണിലുണ്ണിയാണ് പപ്പൻ. ആ പപ്പൻ അമ്മുവും അമ്മുവിന് പപ്പനെയും ജീവനാണ്. കുഞ്ഞുനാളിലെ അവരൊന്നിച്ച് കളിച്ച് വളർന്നവരാ. അവര് തമ്മിൽ അത്രയ്ക്ക് അങ്ങോട്ട് ആകൃഷ്ടരായി. അമ്മുവിനെ നിങ്ങൾ വിവാഹം കഴിച്ചാൽ ഒരുപക്ഷെ പപ്പൻ ആത്മഹത്യ ചെയ്തിരിക്കും. അതിന് ഞാൻ എന്താ ചെയ്യാ? ഈ വിവാഹത്തിൽ നിന്നും പിന്മാറണം. നിങ്ങളായിട്ട് 2 ജീവിതങ്ങൾ നശിപ്പിക്കരുത്. ഞാൻ ഇന്ന് വരെ നിങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. നിങ്ങൾക്കറിയോ, അമ്മുകുട്ടി എന്റെ മനസ്സിന്റെ ഏതോ കോണിൽ ഒളിച്ചു കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അമ്മുകുട്ടി ഇല്ലാത്ത ജീവിതം ഈ ഡോക്ടർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. നമ്മളൊക്കെ ചെറുപ്പക്കാരല്ലേ? എന്റെ അവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. നിങ്ങളൊക്കെ സഹകരിച്ച് ഈ കല്യാണം നടത്തി തരിക. ഇതൊരു അപേക്ഷയാണ്. ഡോക്ടറെ, തന്റെ അഭിനയമൊക്കെ കൊള്ളാം, പക്ഷേ ഞങ്ങൾക്ക് വേണ്ട. അതൊക്കെ അങ്ങ് കൈ വെച്ചിരുന്നാ മതി. നിങ്ങൾക്ക് വിശ്വാസമായില്ലല്ലേ? ഞാൻ കാണിച്ചു തരാം. അമ്മു എനിക്ക് എഴുതിയിട്ടുള്ള കത്തുകൾ സ്നേഹത്തിന്റെ ഭാഷയിൽ. വേണ്ട, ഞാൻ അതെല്ലാം എടുത്തുകൊണ്ട് കാണിച്ചു തരാം. അപ്പൊ നിങ്ങക്ക് മനസ്സിലാവൂല്ലോ. ചേട്ടാ, ആ കൊച്ചു കയ്യൊന്നെടുത്തേ. ഇവൻ തന്നെ എഴുതി അമ്മുവിന്റെ കള്ള ഒപ്പിട്ടോണ്ട് വരും. കിട്ടി, അടിവേര് കിട്ടി. നിങ്ങൾക്ക് എന്താ കാണണമെന്ന് പറഞ്ഞേ? അവളുടെ കത്തുകളോ? ചുട്ടുകളെ ഞാൻ 1, 2, 3. നിനക്കൊക്കെ കുറച്ചു കാലം കൂടെ ഈ പഞ്ചായത്തിൽ ജീവിച്ചിരുന്ന എന്താടാ കുഴപ്പം? പോടാ, പോയിടാ പട്ടി. എന്നാ താൻ ഈ കല്യാണം നടത്തുന്നത് ഞങ്ങൾക്കൊന്ന് കാണണുണ്ടോ? ഉൽപ്പലാക്ഷന്റെയും കൂട്ടരുടെയും ഏത് നീക്കങ്ങളും ശ്രദ്ധിക്കണം. എനിക്ക് അച്ഛനോ അമ്മയോ ആരുമില്ല. നിങ്ങൾ ആ സ്ഥാനത്തുനിന്ന് ഈ മംഗളക്രമം നടത്തിത്തരണം. പണം എത്ര വേണമെങ്കിലും അറിയാം. തലവെട്ടേണ്ടവന്റെ തലവെട്ടുക, കൈവെട്ടേണ്ടവന്റെ കൈവെട്ടുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിന് ഞാനുണ്ട്. ഡോക്ടർ പശുപതി. വേലായുധം കുട്ടി, എന്താ നിന്റെ പുറപ്പാട്? ഈ അധ്യായം ഇവിടെ അവസാനിക്കട്ടെ. എന്താ വേലായുധ? നിനക്കെന്നെ മനസ്സിലായിട്ടില്ല ഭൈരവ. നിനക്കൊരു നല്ല ജീവിതം കിട്ടിയത് ഞാനായിട്ട് നശിപ്പിക്കുന്നില്ല. നാളെ നിന്റെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. വേണ്ട, നീ ഇവിടെ നിൽക്ക്. കല്യാണം കഴിയട്ടെ, ഞാൻ നിനക്ക് കുറച്ച് കാശ് തരാം. ഞാനിവിടെ വന്നത് നിനക്കൊരു ഭാരമായി. ഞാൻ ഒരിക്കലും ഇവിടെ വരാൻ പാടില്ലായിരുന്നു. വേലായുധം കുട്ടി, തെരുവിലേതോ ഓടയിൽ ജനിച്ചു വീണവരാണ് നമ്മൾ. കണ്ണു തുറന്നപ്പോ ആദ്യം കണ്ടത് നമ്മൾ തമ്മിലാടാ. എച്ചിൽ പൂനയിലും ഫുട്പാത്തിലും റെയിൽവേ പ്ലാറ്റ്ഫോമിലും ഒരുമിച്ചല്ലേ വളർന്നത്.
തെറ്റും ശരിയും തിരിച്ചറിയുന്നതിന് മുമ്പ് നമ്മൾ കുറ്റവാളികളായി. അതെ, നിന്നെ പിരിയാൻ മനസ്സുണ്ടായിട്ടല്ലടാ. പക്ഷെ എന്നെ തേടി ഏത് നിമിഷവും പോലീസ് വരാം. അങ്ങനെ വന്നാൽ നിന്റെ ഈ നല്ല ജീവിതം തകരും. കള്ളനാണെങ്കിലും നിന്റെ തകർച്ച കാണാൻ എനിക്ക് മനക്കരുത്തില്ലടാ. നാളെ എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ കല്യാണം മുടങ്ങരുത്. എന്റെ അമ്മാവിന്റെ സ്ഥാനത്ത് നിന്ന് ഈ കല്യാണം നടത്തി തരേണ്ടത് വേലായുധം കുട്ടിയാണ്. എന്നിട്ട് ഇവിടെ നിന്ന് പോകാവൂ. അയ്യോ എന്റെ പൊന്നു മോളെ, എനിക്ക് വയ്യ, ഞാനിത് എങ്ങനെ സഹിക്കും? എന്നാലും ഈ കൊലിച്ചത് ചെയ്തല്ലോ എന്റെ മോളെ. എന്തുണ്ടായി? അമ്മക്കുട്ടി ചതിച്ചോ? അമ്മക്കുട്ടിക്ക് എന്ത് പറ്റി? കള്ളം കയറി അമ്മക്കുട്ടിയുടെ ആഭരണങ്ങൾ മുഴുവൻ മോഷ്ടിച്ചുകൊണ്ട് പോയി. വാ നാണുവരെ, നമുക്ക് അന്വേഷണം ആരംഭിക്കാം. ആർന്ന് വേഗം വാ. വാ പൊന്നാരെ. അച്ഛ, പോയി മോനെ, എല്ലാം പോയി മോനെ. എല്ലാം ഞാൻ അറിഞ്ഞു. കല്യാണ മുഹൂർത്തത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് താൻ ഓമനിച്ചു വളർത്തിയ സ്വന്തം പുത്രിയുടെ സ്വർണ്ണാഭരണങ്ങൾ കളവുപോയി എന്നറിയുന്ന ഒരു പിതാവിന്റെയും അമ്മയുടെയും ദുഃഖം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. മനുഷ്യന്റെ മനസ്സിനേക്കാളും വിശാലമായ മനസ്സുള്ള മൃഗങ്ങളുടെ മനസ്സുമായിട്ടാണ് എനിക്ക് സമ്പർക്കം. അമ്മേ, ഡോണ്ട് ലൂസ് കറേജ്. അമ്മുമ്മേ, വിഷമിക്കാതിരിക്കൂ. ഞാൻ സ്നേഹിച്ച് നിങ്ങളുടെ സ്വത്തോ സ്വർണ്ണാഭരണങ്ങളോ അല്ല, എനിക്ക് നിങ്ങളുടെയൊക്കെ സ്നേഹമാണ് വേണ്ടത്. അമ്മേ, മോളെ വേഗം അണിയിച്ചൊരുക്കൂ. സദ്യ ഒരുങ്ങട്ടെ. എല്ലാ ഏർപ്പാടുകളും തകൃതിയായി നടക്കട്ടെ. മുഹൂർത്തത്തിന് 1 മണിക്കൂർ മുമ്പ് ഈ കല്യാണം നടത്തുന്നതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ആർക്കും ഒരു ടെൻഷനും വേണ്ട. ഈ കല്യാണം നടക്കുന്നു. എന്തട നോക്കി നിൽക്കണേ? പറഞ്ഞു കേട്ടില്ലേ? ഊതട വേഗം. പെണ്ണുങ്ങളൊക്കെ ഈ ഭാഗത്ത്, ആണുങ്ങളൊക്കെ ആ ഭാഗത്ത്. പ്രസിഡന്റിന് ഇത് വരണം. അല്ല, രാഷ്ട്രീയം വേറെ, വ്യക്തിബന്ധം വേറെ. അയാൾക്കൊരു ആപത്ത് വന്നിരിക്കുന്ന സമയം നമ്മൾ അയാൾ സഹായിക്കണം. നേതാവേ, ആ, എന്റെ ബലമായ സംശയം ആ. ഇവന്റെ അച്ഛൻ കുറുപ്പാണ് പണ്ടങ്ങൾ മോഷ്ടിച്ചെന്ന. അങ്ങനെ പറയല്ലേ. അങ്ങേര് പഞ്ചായത്തിന്റെ പണം വെട്ടിക്കൊന്നല്ലാതെ മറ്റുള്ളവന്റെ പണ്ടം അടിക്കില്ല. എന്താ ഇത്? ഏതാ ഇത്? ഇങ്ങനൊരു നൊണ്ടി വോട്ടേഴ്സ് ലിസ്റ്റ് ഇല്ലല്ലോ. അതെ, അവന് ചൊണ്ടില്ല. സത്യം പറയണ, എന്തിനാ ഓടിയത്? പതിവോട്ടം. എന്തുവാടാ ഇത്? നോക്ക്. പണ്ടങ്ങൾ. അതെ, പ്രസിഡന്റിന്റെ വീട്ടിലെ പണ്ടം. സത്യം എന്നെ പറയണ. ഇരിക്കരുത്. ഞാൻ പറയാം. ഞാൻ വേലായുധൻ, അവൻ ഭൈരവൻ. ആര്? അതെ, നിങ്ങളുടെ ഡോക്ടർ പശുപതി. ഞാനും അവനും ഒരുപാട് കാലം കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒന്നിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ധാരാളം കളവുകൾ നടത്തിയിട്ടുണ്ട്.
പോയിക്കോ. ആ ആരെയും അകത്തേക്ക് കയറ്റിവിടണ്ട. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഭൈരവ, ഇത് വേണം. മിണ്ടരുത്. കല്യാണം കഴിയുന്നവരെ ഒരു അക്ഷരം ശബ്ദിക്കരുത്. വാന്റെ കൂടെ. എന്തോ നാടാ നോക്കിയിരിക്കുന്നത്? കസേര പിടിച്ചോട്ടെ. അച്ഛാ വന്നേ. വന്നേ. വാ. കുട്ടികളൊക്കെ ഒന്ന് പോയി. എല്ലാവരും ഒന്ന് മാറി മാറി നിൽക്കൂ. മുഹൂർത്തത്തിനുള്ള സമയമാകുമ്പോ ഒക്കെ വരാലോ. പോ. ആ എങ്ങനെയാ തുറന്നു പറയാ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കൺഫ്യൂഷൻ വേണ്ട, തുറന്നു പറയാം. അതല്ലടോ നല്ലത്. എന്ത്? അതെ അതെ അതെ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അച്ഛാ, ഇവിടുത്തെ മോഷണത്തിന്റെ പിന്നിൽ പപ്പനും കൂട്ടരുമാണ്. വെരി സോറി. അവരുടെ കൂട്ടത്തിൽ എന്റെ അമ്മാവനുണ്ട്. അമ്മാവനോ? അതെ, എന്റെ അമ്മാവൻ ഇത്രയും ദിവസം എന്റെ കൂടെ വന്ന് താമസിച്ചത് അദ്ദേഹത്തിന്റെ മതാലശായ മകളെ എന്റെ തലയിൽ കെട്ടിവെക്കാനായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പണമല്ല വലുത്. കല്യാണത്തിന് എന്നെ കിട്ടുകയില്ല എന്ന് മനസ്സിലായപ്പോൾ ആദ്യം ബാലനെയും കൂട്ടരെയും ചൂണ്ടയിട്ടു. യെസ്, അതെ അച്ഛാ, അവരാണ് ഇവിടുത്തെ സ്വർണം മോഷ്ടിച്ചത്. ഈശ്വര, എല്ലാം ഇയാൾക്കറിയാം. ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. തീർന്നില്ല. പുതിയൊരു ആയുധമായിട്ടാണ് അവർ ഗോതയിലേക്ക് ഇറങ്ങുന്നത്. എന്ത് വില കൊടുത്തും ഈ കല്യാണം മുടക്കുമെന്ന വാശിയിലാണ് അവരിപ്പോൾ. കല്യാണം മുടക്ക്? എന്റെ പേര് ഭൈരവനാണ്. ഭൈരവനാണ് എന്നവർ പറയും. പശുപതി എന്ന പേരിൽ വന്നിരിക്കുന്ന വ്യാജ ഡോക്ടറാണ് ഞാൻ എന്നും അവർ പറയും. ശരിയല്ലടോ? അതെ, അത് ശരിയാണ്. പ്രസിഡന്റ് ഒരു മണ്ടനാണെന്നും ഈസിയായി കളിപ്പിക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. ആരാ മണ്ടന്മാരെന്ന് കാണിച്ചു കൊടുക്കാം. ഇങ്ങോട്ട് വരട്ടെ. ഭൈരവ, മിണ്ടിപ്പോകരുത്. കല്യാണം നടക്കാൻ പാടില്ല. ഈ കല്യാണം നടത്തരുത്. ഈ കല്യാണം നടക്കാൻ പാടില്ല. ഈ കല്യാണം നടത്താൻ പാടില്ലെന്ന് ഈ പശുപതി കള്ളനാണ്. പശുപതി കള്ളനാണ്. കള്ളനാണ്. എല്ലാവരും കള്ളനാണ്. കല്യാണം നടത്താൻ പാടില്ല. അവൻ കള്ളനാണ്. എന്താ കണ്ടോ പ്രസിഡന്റ്? എന്താ ഇത്? തുറന്ന് നോക്ക്. ചന്ദ്രമതി, എന്തേ? മിടുക്കന്മാർ, ചുണക്കുട്ടന്മാർ, നാടിന്റെ അഭിമാന ഭാജനങ്ങൾ. അകത്തോട്ട് വെക്കേ. എന്റെ ഈശ്വര, സന്തോഷായി, വളരെ സന്തോഷായി. വാമോനെ, പ്രസിഡന്റ് പോകാൻ വരട്ടെ. ഞാൻ ചില സത്യങ്ങൾ പറയാറുണ്ട്. താഞ്ചിരിക്കണ്ട. ഈ പണ്ടങ്ങൾ മോഷിച്ച ആരാണെന്ന് അറിയാമോ? അറിയാം. ഈ ഡോക്ടറുടെ അമ്മാവനാണ്. ഇയാൾ ഡോക്ടർ അല്ല. അതും അറിയാം. ഇയാൾ ഡോക്ടർ പശുപതിയല്ല, വ്യാജനാണ്. ഇയാളുടെ ശരിയായ പേർ ഭൈരവൻ എന്നാണ്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇയാള് കള്ളനാണ്. കള്ളനാണ്. ഇനിയോ? ഇതെല്ലാം അറിഞ്ഞിട്ടാണോ മോളെ ഇയാൾക്ക് കുരിഞ്ഞു കൊടുക്കാൻ തീരുമാനിച്ചത്? പോയിടാ. എടാ, ആദ്യം വീട് ഭരിക്കാൻ പഠിച്ചിട്ടാ പ്രസിഡന്റ് നാട് ഭരിക്കാൻ ഇറങ്ങിയത്. മനസ്സിലായോ? നിശ്ചയിച്ചതിലും 1 മണിക്കൂർ മുമ്പ് ഈ പന്തല് വെച്ച് താലി കെട്ട് നടക്കും. പ്രസിഡന്റ്, ഈ കല്യാണം നടത്തരുത്. താൻ പോടോ ഇവിടുന്ന്. തന്റെ മോളെ ഈ പാവത്തിന് തല കെട്ടിവെക്കാൻ അല്ലേടോ താൻ ഇവിടെ കറങ്ങി നടന്നത്. ഒരു കാര്യം, വേണ്ടവർക്ക് വല്ലോ നക്കിയിട്ട് പോകാം, അല്ലാത്തവർക്ക് ഇപ്പോഴേ പോകാം. മേളം. കൊല്ലും.
അയ്യോ ഞാൻ ശരിയാക്കി തരടാ നമ്പൂരി മനക്കേന്ന് നീ അവിടെ കിണ്ടിയും കോളാമ്പിയും പിന്നെ രക്ഷപ്പെടുത്തി ഞാനെന്താ നിന്റെ ഒരു കല്യാണ പ്രാന്തി നമ്മളൊരു പരീക്ഷ വൈരവാ പെരട്ട വേല സഹിക്കണില്ലല്ലേ അവിടെ പോയി ഒന്ന് പോടാ പോയില്ല പോകൂല മാറി അങ്ങോട്ടേ അടി അടി കസർത്തറിയാമോ നിന്റെ അച്ഛൻ കയ്യിൽ കളഞ്ഞ നിന്റെ അച്ഛന്റെ പാടാ എന്റെ സമനില തെറ്റിയിട്ടുണ്ട് നിന്റെ അച്ഛൻ പട്ടി കുട്ടി തവാൻ കേടാ നിന്നെ ഞാൻ ചോടുള്ളൂ ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാൻ നിങ്ങൾക്ക് കുറുപ്പിന്റെ കള്ള മോനെ ഞാൻ ശരിയാക്കി തരടാ നീ ആ UDC പാവത്തിന്റെ പിന്നാലെ അതിന്റെ സ്വന്തം കാര്യമാണ് അങ്ങനെ വേണോ അങ്ങനെ വേണോ നീ മലേഷ്യയിലെ എന്താ ആരുടെ യുറക്കെന്നെ വിളിച്ചത് എന്തോടാ വിളിച്ചത് പഞ്ചെഴുത്തുകാരാ ആരുടെ പപ്പടാക്കൂടാ വാടാ ബ്ലഡ് അടിയൊന്ന് ഇടിച്ചു കേട്ട് ഓടാ അവിടുന്ന് ഒരു തീർന്നില്ലേ ഒന്ന് വേഗമാകട്ടെ കളരി ഞാനും പഠിച്ചു സംസ്കാരമില്ലാത്തവനെ ശരിയാക്കി തരാം ഓടെ പട്ടി അവിടുന്ന് എന്റെ ഭഗവതി ഇന്ന് മോളെ സമാധാനായിട്ടിരുന്നു ഞാനില്ല ഇവിടെ നമ്മളെ കൊണ്ടുപോയോ കള്ളൻ വേറെ മാലിയുണ്ട് താലി എവിടെ ഇന്ന തേന മാല കിട്ടി കാണിക്കണം കള്ളൻ താലി എവിടെ താലി എവിടെ താലി എവിടെ കൊണ്ടുവന്നിട്ടില്ല നീ എടുത്ത് വെച്ചില്ലേ താലി എവിടെയെന്ന് നിന്റെ ഉള്ളിൽ താലി വയ്ക്കാം ഇത്ര വലിയ ടെൻഷൻ ഞാൻ അനുഭവിച്ചിട്ടില്ല എന്റെ മോനെ ഇപ്പൊ തരാ താലി എവിടെ അയ്യോ ഞാൻ ആ കാര്യം മറന്നുപോയി സാർ കഴിയട്ടെ കഴിഞ്ഞിട്ട് ലെഫ്റ്റും റൈറ്റും പറയാം ഞാൻ നിന്റെ കള്ളനാണെന്ന് നിന്റെ മോന്ത കണ്ടറിയില്ല
മോളെ നീ ബഹളുണ്ടാക്കല്ലേട്ടാ. ഒരു പെൺകുട്ടീനെ നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. മോളെ കയ്യും കാര്യം പിടിച്ചണ്ടേ? ഞാൻ കേട്ടാ ഞാൻ മോളെ നിന്നെ ഞാൻ മലേഷ്യയിലേക്ക് മധുവിന് കൊണ്ട് ചൂടാന്ന്. വേണ്ടത് നല്ല ഇരുമ്പ് കമ്പിയാണ് വെച്ച് പഠിപ്പിക്കണം. അപ്പൊ ഇഷ്ടമുള്ളൂ. പെണ്ണ ആരാ പ്രസിഡന്റ്? അവിടെ ആരാ പ്രസിഡന്റ് എന്ന് ചോദിച്ചല്ലേ? സാറിനെ 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 ഇനി വന്നേ, ചെല്ലേ. ഇനി വരാൻ. ചതിച്ചോ? കുറുപ്പേ എവിടെ അവൻ? പിടിക്കവനെ. പറ്റിക്കാമെന്ന് വിചാരിച്ചല്ലേ? ഡോക്ടർ പശുപതി അല്ലേ? അവിടെ ഇങ്ങനെ പിടിച്ചു വലിക്കില്ലേ? ഞാൻ മുത്തശ്ശിക്ക് എന്തോ പറയാണ്ടെന്ന്. അവനെ കൊണ്ടുപോരുത്. അവൻ ഗുരുത്തുള്ളവനാ കേട്ടാ? എന്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് അവൻ താലി കെട്ടാൻ പോയത്. ഞാൻ നിരപരാധിയാണ് മുത്തശ്ശി. പൊന്നു മോനെ, എന്തേ ഈ മുത്തശ്ശിയുടെ മുഖത്തൊന്ന് നോക്കടാ. വലിയ പെരുമ്പിൽ അവര് സംബന്ധം വെക്കണം അല്ലടാ. എന്റെ ജീവനുള്ള കാലത്തോട് നടക്കില്ലടാ നിനക്ക്. എന്റെ കുഞ്ഞുലക്ഷ്മി, നിന്റെ കാഴ്ച ഇത്ര ബലമുണ്ടെന്ന് എനിക്ക് ഇപ്പടാ മനസ്സിലായത്. നോക്കി നിൽക്കാതെ അമർന്നോനെ. ആ പെണ്ണിന്റെ കൈ പിടിച്ച് പപ്പന്റെ കയ്യിലോട്ട് കൊടുക്കാം. എന്റെ ഭഗവാനെ, ഒരു കാര്യം പറയട്ടെ, പറയട്ടെ. പ്രസിഡന്റ്, മുത്തശ്ശി അടിക്ക് നല്ല വേദനയുണ്ട് കേട്ടാ. ചൂളം പാടി. പിന്നെ ഇങ്ങനെ ഒരു നല്ല മുഹൂർത്തത്തില് സാധാരണ ഒരു കള്ളന്റെ അനുഗ്രഹം നവദമ്പതികൾക്ക് കിട്ടാറില്ല. എന്റെ മനസ്സ് പറയണു നിങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന്. ഞാൻ അനുഗ്രഹിച്ചു കേട്ടോ. ജീവിക്കാനുള്ളൊരു ആഗ്രഹം കൊണ്ട് ഒരു കളി കളിച്ചു നോക്കിയതാ. ഞാൻ തോറ്റുപോയി. ഇനി എന്റെ കൈമിടാനുള്ള ആഭരണങ്ങൾ എടുത്തേ. സാധാരണ ജോണാണല്ലോ അത് കൊണ്ടുവരാറ്. കിട്ടുള്ളൂ. ഞാൻ പോട്ടെ. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് സാറേ സ്റ്റേഷനിലേക്ക്?